നമസ്കാരം പ്രിയരെ. നമ്മുടെ ആലപ്പുഴ ജില്ല കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പത്തനംതിട്ട ജില്ലയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ പരുമലയ്ക്കടുത്തുള്ള ഒരു ക്ഷേത്രമാണ് വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ നമുക്ക് കിട്ടുന്നൊരു വൈബില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കൊരു വൈബാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന അനുഭൂതി എന്താണോ അതേപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന് നാം ഒന്ന് അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. ഭദ്രകാളി ദേവിയുടെ പ്രതിമയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഭദ്രകാളി അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹമുള്ള ഒരു മണ്ണാണ് വലിയ പനയന്നൂർക്കാവ് ദേവി ക്ഷേത്രം. ഈ ക്ഷേത്ര മുറ്റത്ത് തന്നെയാണ് നമ്മുടെ കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയമ്മയുടെയും ഒരു ശ്രീകോവിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്ര മുറ്റത്തേക്ക് നാം നോക്കുമ്പോൾ അങ്ങ് വ്യാപിച്ച് കിടക്കുന്ന ഒട്ടനേകം കാവുകളുണ്ട്. അതുപോലെ തന്നെ ശില്പചാതുര്യം കൊണ്ട് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സമുച്ചയങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും. ആദ്യമായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം, അതെനിക്ക് ഭയങ്കരമായ ഒരു അനുഭൂതിയും അതിനോടൊപ്പം തന്നെ ഒരു അനുഭവവും തന്നെയായിരുന്നു ഈ ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് കിട്ടിയ സന്ദർഭങ്ങളൊക്കെ. അപ്പോൾ ആ പരിസരം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങുമ്പോഴേക്കും അവിടെയുള്ള ഉപാസന മൂർത്തികളെന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്ത അത്ര കണ്ട് ഉപാസന മൂർത്തികളുണ്ട്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഓരോ ഭാഗവും അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയധികം ഒരു സന്തോഷം മനസ്സിന് വന്നു ചേരുന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ സമയം കിട്ടിയാൽ ഇവിടെ വിസിറ്റ് ചെയ്താൽ സ്വയം അനുഭവിച്ചറിയേണ്ട തന്നെയാണ് ഈ വലിയ പനയന്നൂർക്കാവ് ദേവി ക്ഷേത്രം. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനടയിൽ ചെന്ന് നിൽക്കുമ്പോഴുള്ള അതേ തരത്തിലുള്ള ഒരു അനുഭൂതിയും അനുഭവവും ഒക്കെയാണ് ഇവിടെ വരുമ്പോഴും അനുഭവപ്പെടുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി കൂടിയാണ് വലിയ പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രം പരുമല. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.